AK ആന്റണി എന്നെ ഒരൊറ്റ അടിയടിക്കണം എന്നെ തല്ലി. അത് മനോരമയിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തിയിട്ടുള്ള ലീഡർ ആരാണ്? അത് ഉമ്മൻചാണ്ടി സാർ തന്നെ. ഉമ്മൻചാണ്ടി സാറാണ്. എങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ ഈ സമയത്ത് ഓർമ്മിക്കുന്നു? പ്ലീസ്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവമാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ നടക്കുന്ന ഓരോ അപജയങ്ങളും, ഒരു കോംറേഡ്ഷിപ്പ് ഇല്ലാത്ത. നമസ്കാരം. നമസ്കാരം. BA അബ്ദുൽ മുത്തലിബ്, BA DSS LLB. ഇങ്ങനെയാണ് ഞാൻ താങ്കളുടെ ഒരു ബയോഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടത്. ഈ പേരിൻ്റെ മുൻപിലും പിൻപിലുള്ള BA എന്താണ്? BA എൻ്റെ ഇനിഷ്യൽ എന്താണത്? ബ്ലായിപ്പറമ്പിൽ അബ്ദുൽ ഖാദർ. അത് ശരി, അച്ഛൻ്റെ ഉപ്പയുടെ പേരാണ് അബ്ദുൽ ഖാദർ. പിന്നെ DSS എന്താണ്? അത് ഡിപ്ലോമ ഇൻ സോഷ്യൽ സയൻസ്. അപ്പോൾ ഈ BAക്ക് ശേഷമാണോ അത് ചെയ്തത്? അത് BAക്ക് ശേഷം. അതെവിടെ വെച്ചിട്ടാണ്? രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ്, കളമശ്ശേരി. അപ്പോൾ LLB കൂടെ ഉണ്ട്, പക്ഷെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇല്ല. ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഒരു വട്ടം ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ വീണ്ടും 3 പ്രാവശ്യം മൂന്നാമത്തെ വട്ടവും ജനറൽ സെക്രട്ടറി പദവിയിൽ തന്നെ നിൽക്കുകയാണ്. അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പലപ്പോഴും ഇങ്ങനെ വഴിമാറിപ്പോയതായി തോന്നിയിട്ടുണ്ടോ? അർഹതപ്പെട്ടത് എന്ന് പറയാൻ ഇപ്പോൾ ഏറ്റവും പാർട്ടിയിലെ ഒരു ഉന്നത സ്ഥാനം തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ. എന്നാൽ പല സന്ദർഭങ്ങളിലും എൻ്റെ ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ആക്ട് ഓഫ് ഗോഡ്. അതെ. ഒരിക്കലും പാർട്ടിയെ കുറ്റം പറയാനില്ല, ഒരിക്കലുമില്ല, പറയില്ല. ഓക്കെ. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ആദ്യത്തേത് എന്ന് പറയാൻ പറ്റുന്നത് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റായിരുന്നു 87-ൽ. എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ? ഇന്നത്തെ ഒരു തലമുറയിലെ കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകർക്കൊക്കെ കേൾക്കാൻ കഴിയുന്ന ഒരു മുത്തലിബ് ടച്ച് എന്തായിരുന്നു? പണ്ട് കാലങ്ങളിൽ KSU താലൂക്ക് യൂണിറ്റ് കമ്മിറ്റി, അത് കഴിഞ്ഞ് താലൂക്ക് കമ്മിറ്റിയിൽ വരണം, എന്നാലേ ജില്ലാ കമ്മിറ്റിയിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ വന്ന് പ്രാവീണ്യം തെളിയിക്കുമ്പോൾ ജില്ലാ പ്രസിഡൻ്റാക്കും, സംസ്ഥാന സമിതിയിലേക്ക് പോകും. അങ്ങനെ ഞാൻ 87-ൽ പിന്നെ താലൂക്ക് ജില്ലാ ഭാരവാഹിയൊക്കെ കഴിഞ്ഞ് എന്നെ ജില്ലാ പ്രസിഡൻ്റ് ആക്കുന്നു. ജില്ലാ പ്രസിഡൻ്റ് ആക്കി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ സ്കൂൾ തെരഞ്ഞെടുപ്പായിരുന്നു. അതുപോലെ തന്നെ കോളേജ് തെരഞ്ഞെടുപ്പ് അത്രയില്ലെങ്കിലും ചെലവേറിയതായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിൽ KSU പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു, സാമ്പത്തികമായി ഒരു യാത്രാ സൗകര്യം പോലും ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം. ഈ കോളേജിൽ നിന്ന് ആ കോളേജിലേക്ക്, ഈ സ്കൂളിൽ നിന്ന് ആ സ്കൂളിലേക്ക്. അന്ന് സംസ്ഥാന പ്രസിഡന്റ് ആരായിരുന്നു? പുനലൂർ മധു. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രവർത്തനം ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയപ്പെട്ടിരുന്നത് KSU ജില്ലാ ഭാരവാഹി ആയിരുന്ന സമയത്തും, താലൂക്ക് പ്രസിഡന്റ്, ആലുവ താലൂക്ക് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും, ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കിയ ദിവസങ്ങൾ ബ്ലോക്ക് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും കൂടുമ്പോഴാണ്. കാരണം അവിടെ വച്ച് കഴിഞ്ഞ ഒരു മാസത്തെ KSU പ്രവർത്തനത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. അത് ഓറലായിട്ട് നമ്മൾ പറയണം. ഇന്ന സ്കൂളിൽ പോയി, ഇന്ന കോളേജിൽ പോയി, അവിടെ ഇന്നത് ചെയ്തു, ഇന്ന കോളേജിലെ ജനറൽ ബോഡി ഉണ്ടായിരുന്നു, അവിടെ ഇന്ന പ്രശ്നം എല്ലാം അവിടെ പറയണമായിരുന്നു. ഒരു തരത്തിലും ഒരു നുണ പോലും പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും നോക്കി കാണണം. ആ കാലഘട്ടത്തിലാണ് കാസർഗോഡ് നിന്നും പിന്നീട് വലിയ ലീഡറായി മാറിയ ഒരു പ്രമുഖൻ്റെ ലെറ്റർ വന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാമോ? അത് നമ്മുടെ ചെർക്കളം അബ്ദുള്ള, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം കാസർഗോഡ് തളങ്കരയിലുള്ള ഇസ്ലാമിയ ടൈൽ വർക്ക്സിലെ മാനേജരായിരുന്നു. ആണല്ലേ? ഞാനവിടെ പഠിക്കുന്ന സമയത്ത്, 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അത് എൻ്റെ വേറൊരു മൗലവി ബുക്ക് ഡിപ്പോയിലെ ശ്രീ PM അബ്ദുൽ ഖാദർ ആയിട്ടുള്ളൊരു ബന്ധം കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ തളങ്കരയിലെ ഇവിടെയൊക്കെ പോയിരുന്നു. ഇപ്പോൾ മൗലവി ബുക്ക് സ്റ്റാൾ ഇപ്പം എനിക്കൊന്ന് എറണാകുളത്തും എല്ലായിടത്തും ഒരു ബ്രാഞ്ചൊക്കെ. അന്ന് ഈ ചെർക്കളയുമായി പരിചയപ്പെട്ട് വളരെ അടുത്ത ഞാൻ കോൺഗ്രസ്, പുള്ളി മുസ്ലിം ലീഗ്, അങ്ങനെ ഇരിക്കെ പല സന്ദർഭങ്ങളിലും അദ്ദേഹമായിട്ട് ബന്ധപ്പെടാറും കാണാറും ഒക്കെ ഉണ്ടായിരുന്നു.
ഞാൻ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഡിഗ്രി പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തയച്ചിരുന്നു, സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കത്തയച്ചിരുന്നു. അന്ന് ഒരു കത്തിൻ്റെ കാലമാണല്ലോ. കത്തിൻ്റെ കാലമാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു മറുപടി വന്നത് ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ കത്തുണ്ട്. ആ കത്ത് അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരം മനോഹരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരത്തിൽ ഒരു പച്ച ലെറ്റർ ഹെഡിൽ ചെർക്കളം അബ്ദുള്ള, ചെർക്കളം പി ഒ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ഹെഡ്. അതിൽ എന്നോട് ഇങ്ങനെ നീ ക്ഷേമമാണല്ലോ എന്നാണ് ആദ്യത്തെ വാചകം. അപ്പോൾ നീ രാഷ്ട്രീയത്തിലൊക്കെ വലിയ ആളായി നടക്കല്ലേ, എനിക്ക് അല്പസ്വല്പം രാഷ്ട്രീയം ഇവിടെ ഉണ്ട് എന്നതാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം മന്ത്രിയായി, അദ്ദേഹം 5 പ്രാവശ്യം. അപ്പോൾ അതൊക്കെ ഒരു ജീവിതത്തിലൊരു വലിയ ഒരു അനുഭവങ്ങളാണ്. അത്തരം ഈ കത്തുകളും ആ കാലഘട്ടത്തിലെ ഓർമ്മകളൊക്കെ ഒരു ആൽബം പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കത്തുകൾ പലതിൻ്റെയും കത്തുകളുടെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കോപ്പി മീൻസ് അത് എഴുതിയത് തന്നെ. അപ്പോൾ എൻ്റെയും കയ്യക്ഷരം സാമാന്യം നല്ലതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പല കത്തുകൾ പലർക്കും എഴുതും. എൻ്റെ ഓർമ്മയിൽ ഞാൻ 10ാം ക്ലാസ് പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ന്യൂ ഇയർ അത് കൈകൊണ്ട് എഴുതി രണ്ട് ലൈനിൽ എഴുതി പോസ്റ്റ് ചെയ്യും. അന്ന് അതെൻ്റേതായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് പഴയകാല ഈ കോൺഗ്രസിൻ്റെ, ഞാൻ KSU ജില്ലാ പ്രസിഡൻറ്റിന് മുമ്പൊക്കെ ഒരുപാട് ഈ മറക്കാൻ കഴിയാത്ത വാർത്തകളും പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ കൂട്ടിവെച്ചിരുന്നു. അതിലേറ്റവും പ്രഷ്യസായത് നഷ്ടപ്പെട്ടത് ഈ നമ്മുടെ 2018 പ്രളയത്തിൽ എൻ്റെ ഒരു ഫ്ലോർ മുഴുവനും വെള്ളം കയറി വീട്ടിൽ. പുഴയുടെ തീരത്താണ്. ഒരുപാട് പോയി. അത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പേപ്പർ കട്ടിങ്സ്. ഞാൻ KSU താലൂക്ക് ഭാരവാഹിയായിരുന്നപ്പം അതിലേറ്റവും പ്രഷ്യസായിട്ട് ഓർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? അതായത് AK ആൻ്റണി തിരുപ്പതിയിൽ AICCയിൽ സമ്മേളനം ഉണ്ടായി. ആ സമ്മേളനത്തിൽ ഞാൻ അവിടെ പോയി വീക്ഷണത്തിൻ്റെ ലേഖകനായിട്ട്. അതിലും രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ ഒരിക്കൽ വേറെ ഒരു സ്ഥലത്ത് എൻ്റെ സുഹൃത്തായിട്ട് ബാംഗ്ലൂർ പോയപ്പോൾ ഈ തിരുപ്പതിയിൽ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് ഞാൻ ഭീഷണത്തിൻ്റെ ലേഖകനായി ഒരു കാർഡിൻ്റെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ കൂടെ അയാളോട് പറഞ്ഞേ, നിങ്ങൾ പൊയ്ക്കോ, ഞാനൊന്ന് തിരുപ്പതി വരെ പോയിരുന്നു പറഞ്ഞു, ബാംഗ്ലൂരിൽ നിന്ന്. അങ്ങനെ ഞാൻ തിരുപ്പതി ട്രെയിൻ കയറി പോയി. അത് സത്യം പറയുകയാണെങ്കിൽ ഒരു വലിയ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണെത്താ ദൂരത്തുള്ള ഗ്രൗണ്ട്. അവിടെ ഒരു ചെറിയ ഓഫീസൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം മകുണ്ട ഗുണ്ടറാവു ആണ് അന്ന് അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഒക്കെ, വലിയ ആളാണ്. മകുണ്ട ഗുണ്ടറാവ് അത് തന്നെ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഐ ആം ദി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് വീക്ഷണം, ദ ഓൺലി ന്യൂസ് ഓർഗൻ ഓഫ് കോൺഗ്രസ് പാർട്ടി ദാറ്റ് ഇസ് ഓൺലി ഇൻ കേരള എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി. ഞാനൊരു ജാടയിൽ വർത്താനം പറഞ്ഞപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ കൂടി വന്ന് എന്നെ ഒരു ജീപ്പിൽ, ഓപ്പൺ ജീപ്പിൽ, ഇദ്ദേഹവും അവിടുത്തെ PCC പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു, അവരൊക്കെ കൂടി എന്നെ കയറ്റി ഇത് കാണിക്കാൻ പോയി. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാനിങ്ങനെ എൻ്റെ ഒരു ഒന്നും അങ്ങനെ ഒരു ഇമ്പ്രസീവ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വായിലെ വർത്താനം വലുതാണെങ്കിലും എനിക്കത് മറ്റു രീതിയിൽ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവരെന്നെയും കൊണ്ട് കാണിച്ചു. അങ്ങനെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതൊക്കെ കണ്ട്, അങ്ങനെ തിരുപ്പതി സമ്മേളനം തുറന്ന ജീപ്പിൽ കണ്ട ആളാണ്. സമ്മേളനമല്ല, സമ്മേളനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ. അന്ന് ഭീഷണമൊക്കെ ഈ പെറുക്കി അച്ചിട്ടാണ് ഇറക്കണത്. വായിച്ചാൽ മനസ്സിലാവാത്ത കാലഘട്ടമാണ്. അത് 2-3 കോപ്പി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരുപ്പതി AICC സമ്മേളനത്തിൽ ഞാൻ പോയി. അന്ന് മഹാസമ്മേളനമാണ് ഒക്കെ ശരിയാണ്. ഞാനൊരു പത്രപ്രവർത്തക നിലയിൽ എനിക്ക് വലിയ വലിയ പത്രക്കാരുടെയൊക്കെ താമസിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അന്ന് ഈ എലക്ഷൻ, വർക്കിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ വാശിയോട് നടന്നു. അർജുൻ സിംഗും AK ആൻ്റണിയൊക്കെ ഉള്ളത്. അതിൽ നരസിംഹറാവു പ്രധാനമന്ത്രി, അതിൽ അദ്ദേഹം നമ്മുടെ AK ആൻ്റണി ഉൾപ്പെടെ മത്സരിക്കുമ്പോൾ വോട്ടിംഗ് കഴിഞ്ഞ് കൗണ്ട് ചെയ്ത് രാത്രി വൈകിയാണ് ഇത് വരുന്നത്, റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്ന വഴി തന്നെ
AK ആന്റണി ജയിച്ചെന്ന് തുടങ്ങി. ഞാൻ AK ആന്റണി സിന്ദാബാദ് എന്ന് പറഞ്ഞു അയ്യോ. ഒരൊറ്റ വിളിയാണ്. അതോടുകൂടി ഞാൻ എന്നോ പുറയിലൊന്നും ആന്റണി എന്നെ തല്ലേന്ന്. ആ AK ആന്റണി എന്നെ ഒരൊറ്റ അടിയടിക്കണ. ആ പുള്ളി ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഉം. തല്ലാണ്. ഉടനെ തന്നെ എന്നെ തല്ലി. അത് മനോരമയിലൊക്കെ വലിയ വാർത്തയായിരുന്നത്. AK ആന്റണി തല്ലി. ആ പിന്നെ ശുഭിതനായി മറ്റേത് ഇത്. ഞാൻ പിന്നെ ഇത് അന്ന് കുര്യാക്കോസാണ് അവിടെ ലേഖൻ. അവിടെ ഓക്കെ. പിറ്റേ ദിവസം മനോരമയിലൊക്കെ നല്ല വലിയ വാർത്തയാണ്, ഫ്രണ്ട് പേജ് വാർത്തയാണ്. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമായിരുന്നു. സംഭവമാണ്. ആ കട്ടിങ്സ് അതൊക്കെ ഒക്കെ പോയി. അയ്യോ അത് പോയി. കട്ടിങ്സ് പോയി. AK ആന്റണി പിന്നീട് അതിനെക്കുറിച്ചിട്ട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? AK ആന്റണി എന്ന് പറയുന്ന മനുഷ്യൻ അതൊന്നും പറയൂലെങ്കിലും ഒരു ചിരിയും ചിരിച്ചൊക്കെ പിന്നെ ആ സമയത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറെ ആളുകൾ പറഞ്ഞത് M മുരളി പറഞ്ഞിട്ടുണ്ട്. M മുരളി എന്ന് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ മാവേലിക്കരയിൽ. ആ പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പിന്നെ കൊടിക്കുന്ന് സുരേഷായിരുന്നു പുള്ളിയുടെ ഏജൻറ്റ്, ഈ കൗണ്ടിങ് ഏജൻറ്റുമാരായിരുന്നു. ഈ ഹൃദയം നിറയെ കോൺഗ്രസ് കൊണ്ടു നടക്കുന്ന പല ആളുകൾക്കും വരുന്നൊരു പാകപ്പിഴയാണ്. നമ്മളൊരു മാധ്യമപ്രവർത്തകൻ എന്നതിനപ്പുറം നമ്മുടെ ഒരു വൈകാരിക പ്രപഞ്ചം കോൺഗ്രസ് ആയതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ വലിപ്പത്തിലൊരു മാധ്യമപ്രവർത്തകനായി കൊണ്ടു നടന്നിട്ടും AK ആന്റണി ജയിച്ചപ്പോൾ അറിയാതെ ജയ് വിളിച്ചു പോയതല്ലേ. അത് ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ്. ഓക്കെ. ഈ കേരള വിദ്യാർത്ഥി യൂണിയനിലേക്ക് തിരിച്ചു വരാം. ആ കാലഘട്ടത്തിൽ അങ്ങയെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകാൻ എറണാകുളം ജില്ലയിലുണ്ടായിരുന്ന ആരായിരുന്നു? എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു നേതാവ് ശ്രീ TH മുസ്തഫ. ഓക്കെ. അദ്ദേഹം ഞാൻ KSU ജില്ലാ പ്രസിഡൻ്റായി ആദ്യത്തെ ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ മറ്റൊന്നും ചർച്ച ചെയ്യാതെ അദ്ദേഹം പറഞ്ഞു KSU ജില്ലാ പ്രസിഡന്റിന് DCCയുടെ കാറ് കൊടുക്കണം. അത് അന്ന് PP തങ്കച്ചനായി. അത് ശരി. DCCയുടെ കാറ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റിന് കൊടുക്കണം. അംബാസഡർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പായിരുന്നു. അതെ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പുമായി കോളേജ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഉടനെ തന്നെ PP തങ്കച്ചനോട് നിർദ്ദേശിച്ചു, സമ്മതിച്ചു. ഉടൻ തന്നെ അദ്ദേഹം അവിടെ ഇരുന്ന KV തോമസ് മാഷിനോട് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ആവശ്യമായ സാമ്പത്തികവും ചെയ്തു കൊടുക്കണം. കാറും പ്ലസ് സാമ്പത്തികം. ഞാൻ സുഭിക്ഷമായിരുന്നു. കാരണം കാറ് കിട്ടി, പെട്രോളാണെങ്കിലും കാറ് കിട്ടിയൊരു എൻ്റെ ഒരു സുഹൃത്തിനെ ഡ്രൈവറാക്കി ഞാൻ എല്ലാ കോളേജുകളിലും പോയി. അന്ന് സാമ്പത്തികം എനിക്ക് KV തോമസ് മാഷ് പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിനോട് താല്പര്യമുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 3000 രൂപ വാങ്ങി തരികയും ചെയ്തു. 3000 എന്ന് പറഞ്ഞാൽ വലിയ പൈസ, 30 ലക്ഷമാണ്. അപ്പോൾ അങ്ങനെ ചേർത്തു പിടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേരള വിദ്യാർത്ഥി യൂണിയനെ സംബന്ധിച്ച്. അത് ഇന്നത്തെ KSUവും അന്നത്തെ KSU പ്രവർത്തനം തമ്മിൽ ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആണത്. ഭയങ്കര. അതായത് ഇന്ന് താലൂക്കിൽ വരണമെന്നോ ജില്ലയിൽ വരണമെന്നോ ഒന്നുമില്ല. ഓരോ ടാലൻറ്റ് കണ്ടുകൊണ്ടാണല്ലോ ഓരോരുത്തരെ. പഴയ കാലത്തിൽ നിന്നൊക്കെ വലിയ വ്യത്യസ്തമായ മാറ്റങ്ങൾ പാർട്ടിയിലെ ഘടനയിലും വന്നു കഴിഞ്ഞു, ഭരണഘടന ഉണ്ടെങ്കിലും. ഓക്കെ. അപ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയനിൽ നിന്ന് പിന്നെ യൂത്ത് കോൺഗ്രസിലേക്ക് വന്നു. ചില അധികാര കേന്ദ്രങ്ങളുടെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കാൻ അബ്ദുൾ മുത്തലിബിന് സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇൻചാർജായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. വൈസ് പ്രസിഡൻ്റായി എനിക്ക് തോന്നുന്നു 5 വർഷം 5 വർഷം പ്രവർത്തിച്ചു. ഏതെങ്കിലും രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അങ്ങയുടെ കാലഘട്ടത്തിൽ എന്താണ് സിഗ്നേച്ചർ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നടത്തിയതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുൻതൂക്കം നൽകി. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് എൻ്റെ മനസ്സിൽ ഏറ്റവും സംതൃപ്തിയാകുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കാൻ പണം അനുവദിച്ചു. ആ പണം അനുവദിച്ചത് ഓരോ ആശുപത്രികളിലേക്കും പണം അനുവദിച്ചു. എന്നിട്ട് അവിടെ വരുന്ന ഡയാലിസിസ് രോഗികൾക്ക് ഞങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ നമ്മൾ തന്നെയാണ് അത് സെലക്ട് ചെയ്തത്? അതെ, തീർച്ചയായിട്ടും. സെലക്ട് ചെയ്തതല്ല, അതാത് ആശുപത്രിയിൽ നിന്ന്, സർക്കാർ ആശുപത്രിയിൽ നിന്നൊക്കെ വരുന്നത് നമ്മൾ ആ പൈസ അവിടെ കൊടുക്കും. അല്ലെ ആദ്യം വിളിച്ച് എന്നെ അഭിനന്ദിച്ചത് ശ്രീ AK ആന്റണി തന്നെയാണ്. ആണല്ലേ ആ പദ്ധതി? അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറും വിദ്യാർത്ഥികൾക്ക് വേണ്ട മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾക്കും അതിനൊക്കെ ആവശ്യമായ പണം അനുവദിച്ചു. ഒരു കാലഘട്ടത്തിൽ നിറയെ കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നല്ലോ. അബ്ദുൾ മുത്തലിബിൻ്റെ പേരൊക്കെ എറണാകുളം ജില്ലയിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് അന്ന് A ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺസോളിഡേറ്റ് ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന
സംസ്ഥാന ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വിശ്വസ്തൻ എന്നുള്ള രീതിയിലാണ്. ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തിയിട്ടുള്ള ലീഡർ ആരാണ്? അത് ഉമ്മൻചാണ്ടി സാർ തന്നെ. ഉമ്മൻചാണ്ടി സാറാണ്. എങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ ഈ സമയത്ത് ഓർമ്മിക്കുന്നു? പ്ലീസ്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവമാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ നടക്കുന്ന ഓരോ അപജയങ്ങളും. ഒരു കോംറേഡ്ഷിപ്പ് ഇല്ലാത്ത സൗഹൃദം, സാഹോദര്യം അതില്ല. ഇപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിലും, എത്ര കാഠിന്യമേറിയ സംഭവങ്ങളുണ്ടെങ്കിലും, അവസാന വാക്ക് അത് ഏത് ഗ്രൂപ്പുകാരനായാലും വിളിച്ച് പറയുമ്പോൾ, ഉമ്മൻചാണ്ടി പറയുമ്പോൾ അത് കേൾക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി അത് തന്നെയായിരുന്നു. എന്ത് കാര്യത്തിലും സംഘടനയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നമ്മളെന്തെങ്കിലും ഗ്രൂപ്പ് കത്തിക്കാള് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്താൽ മാറ്റി നിർത്തി അദ്ദേഹം നമ്മളെ ശാസിച്ചിരിക്കുകയാണ്. അവസാന കാലത്ത് ബാംഗ്ലൂർ മരിക്കുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. അതിന് മുമ്പ് ഒരു 8-9 ദിവസം ആലുവ പാലസിൽ അദ്ദേഹവും കുടുംബവും ഉണ്ടായിരുന്നു. പക്ഷെ വൈകുന്നേര സമയങ്ങളിൽ അദ്ദേഹം വന്ന പിറ്റേ ദിവസം എൻ്റെ മകനെ, അവൻ ജോലിക്ക് പോകുന്നവൻ, അവൻ എൻജിനീയറാണ്, അവനെ വിളിച്ച് പാലസ് വരെ വരാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഒരു ചെറിയ വണ്ടിയാണ്. ആ വണ്ടി അവിടെ ചെന്നു. അപ്പം എനിക്കറിയില്ല ഇതൊന്നും. അവൻ ചെന്ന് അവൻ്റെ കാറിൽ കയറി ഗൺമാനോട് പറഞ്ഞു ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. വൈഫും കൂടെ കയറി. അങ്ങനെ പുള്ളി പിന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ആ റോട്ടിലേക്ക് പോകാൻ പറഞ്ഞു. കറങ്ങി ഒരു ജനങ്ങളുള്ളിടത്തൊക്കെ ഒന്ന് കറങ്ങി. സത്യമായിട്ടും അവനെ അത്ഭുതപ്പെട്ടു. ഇതെന്താ പോണേ, എങ്ങനെ പോണേന്ന് അറിയില്ല. അവനിക്കൊന്നും ഇതറിയില്ലല്ലോ. അങ്ങനെ കറങ്ങി ഒരു 6-6:30 ആയപ്പോൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട് അവിടെ നിന്ന് പാലസിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇല്ല, ടൗണിൽ നിന്നൊരു പുഴയുടെ വ്യത്യാസം. വീട്ടിൽ വന്ന് ഇരുന്ന് പുള്ളി അവിടെ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം സമയം ഈ വരുമായിരുന്നു, വീട്ടിൽ വരുമായിരുന്നു. പിന്നെ ആരോടും പറയില്ല. പിന്നെ ഗൺമാന്മാരും ഒക്കെ അവിടെ എങ്ങോട്ടോ പോയെന്ന് അന്വേഷിക്കാറുണ്ട്. പക്ഷേ എൻ്റെ മോൻ്റെ നമ്പർ അവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അവസാന നാളുകളിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു മാനസിക സ്ഥിതി എന്തായിരുന്നു? അദ്ദേഹം വേദന കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം ഒരു ശതമാനം പോലും മറ്റുള്ളവരെ അറിയിക്കാതെ അതെല്ലാം കടിച്ചു പിടിച്ച് വളരെ പരമാവധി നമ്മളോട് ചിരിച്ച് സംസാരിക്കാനോ, അവസാന കാലത്ത് എല്ലാവർക്കും അറിയാം, ഒന്നും ഒരു വാക്ക് പോലും പുറത്തോട്ട് വരില്ലായിരുന്നു അദ്ദേഹം. പക്ഷേ ശബ്ദം 100% നിശ്ചലമായിരുന്നു. ആ സമയത്തൊക്കെ അബ്ദുൽ മുത്തലിബ് അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോകുമായിരുന്നു. എന്നെ ഗൺമാനെ കൊണ്ട് വിളിപ്പിക്കും. അത് കഴിഞ്ഞ് അവിടെ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റൽ അല്ലാത്ത സമയത്ത് ഒരു ഫാം ഹൗസിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ശബ്ദം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ പോയി വൈകുന്നേരം പോരാൻ പോകുമ്പോഴും പുള്ളി വിടൂല, പോണ്ടെന്ന് പറയും. പിന്നെ വേറൊന്നും പുള്ളി വേറെ പൊളിറ്റിക്സ് ഒന്നും പറയുന്ന ഒരിതല്ല. എന്നാലും കുറേ സാമീപ്യം എല്ലാ കാലത്തും പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ്, അങ്ങനൊരു പൊളിറ്റിക്സ് കേരളത്തിൽ വളരെ സജീവമാണ്. സാധാരണക്കാരനോട് ചേർന്ന് നിൽക്കുക, നിരന്തരമായി സാധാരണക്കാരന് വേണ്ടി ഓടി നടക്കുക, ഒരു ചെറിയ കടലാസ് തുണ്ടിൽ എഴുതി കൊടുക്കുന്ന ഒരു സൈഡ് ലൈൻ ആണെങ്കിൽ പോലും ഒരു ജീവിതത്തെ ആകെ അത് മാറ്റിമറിക്കുക, ആശ്വാസത്തിൻ്റെ ഒരു ഹിമാലയമായി സാധാരണക്കാരൻ്റെ മുമ്പിൽ നിൽക്കുക, അവിശ്രാന്തം കേരളക്കരയെ ആകെ പാഞ്ഞു നടക്കുക, ആരാണ് തൻ്റെ മുമ്പിൽ വരുന്നത് എന്നുള്ള ഒരു വിഭാഗീയതയില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുക. ആ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ അബ്ദുൽ മുത്തലിബിനെ പോലുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പൊതുപ്രവർത്തന രംഗത്ത് എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പരിപാടികളും പങ്കെടുക്കുക, സാന്നിധ്യം ഉണ്ടാകുക,
പ്രവർത്തകനെ സഹായിക്കാനും അവൻ്റെ പ്രയാസങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്സ്, ആ മനസ്സുണ്ടായതിൻ്റെ പ്രധാന ഒരു കാരണക്കാരൻ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓരോ പ്രവർത്തനം കാണുമ്പോഴും എനിക്കൊക്കെ പ്രത്യേകിച്ച് വലിയ വലിയ അനുഭവങ്ങളുള്ളതുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. തീർച്ചയായും. കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ ഒരു ബിടെക് പഠിച്ച ഒരു പെൺകുട്ടി അല്ല സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വേണ്ടി ബിടെക് പഠിച്ചത് എന്നോട് ശുപാർശ ചെയ്തു. ഉമ്മൻചാണ്ടി എല്ലാവരെയും വിളിച്ച് പറയുമല്ലോ. എന്നോട് പറഞ്ഞു ബയോഡാറ്റ കൊടുത്തേക്കാം ഒക്കെ പറഞ്ഞ് ഇതല്ല. ഞാൻ നോക്കി വരട്ടെ എന്ന് പറഞ്ഞു. അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ശരിയായില്ല. എല്ലാവരും ജോലി എപ്പോഴും പെട്ടെന്ന് ശരിയാവില്ലല്ലോ. അപ്പം ഞാൻ സാറ് ഇങ്ങനെ എല്ലാ ശനിയാഴ്ചയും വിളിക്കും ഒറ്റ കാര്യത്തിന്. അതിൻ്റെ കൂടെ വേറെ പിന്നെ പറയും. അപ്പോൾ ഇത് പറയും. അപ്പം ഞാൻ കുറേ ദിവസം പറഞ്ഞപ്പോൾ സാറേ ഇതിങ്ങനെ പറയല്ലേ, അത് ഞാൻ പല പ്രാവശ്യമായി പറയണത്, ഞാനത് എങ്ങനെയും നോക്കാം, പക്ഷേ ഇത് പറ്റണില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സാറിങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞു. എടുത്ത വഴിക്ക് പുള്ളി പറഞ്ഞ് ഞാൻ പറയും. എൻ്റെ അടുത്ത് ചൂടായി പറഞ്ഞ ഒരേ ഒരു സമയം അതാണ്. ഞാൻ പറയും, കിട്ടണവരെ പറയും. എൻ്റെ വീടിൻ്റെ അതായത് പുതുപ്പള്ളി വീടിൻ്റെ വാതിൽ തുറന്നാൽ കാണുന്ന വീട്ടിലെ കുട്ടിയാണതെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഇത്തിരി രോഷത്തോടുകൂടി പുള്ളി പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇനി പറയില്ലേന്ന് ഉള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ധ്വനി ഇത് മതി ഇല്ല. പക്ഷെ അത് പുള്ളി പറഞ്ഞു ഞാനങ്ങനെ കിട്ടണവരെ പറയുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ തളർന്നുപോയി. ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തളർന്നുപോയി. സാറിനെ കുട്ടിക്ക് ഞാൻ ജോലി പിടിച്ചു കൊടുത്തു. ആണല്ലേ? ഓ, അത് ശരി. അപ്പോൾ അതാണ് നിലപാട് എന്ന് പറയുന്നത് അല്ലേ? ഒരാളെ പാതി വഴിയിൽ ഇപ്പോൾ ഒരു ആൻസർ കൊണ്ട് തിരിച്ചയക്കുക എന്നുള്ളതല്ല, റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. ഞാൻ അതിലെ താല്പര്യം എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ പുള്ളി അത് കൂട്ടിത്തരും. കൂട്ടി അത് ആ എൻഡിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. എറണാകുളം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ജില്ലയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ ഇടയിലും പിടിച്ചു നിന്ന ഒരു ജില്ലയാണ്. ഇത്തവണത്തെ ഈ ജില്ലയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് കാണുന്നത്? താങ്കളുടെ നിയമസഭാ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കളമശ്ശേരിയാണ്. ആലുവയായിരുന്നു. ആലുവ ഇപ്പം അത് മാറി. ഇപ്പം ഈ ഇത് വന്നപ്പോൾ 2010 മാറിയത്. ഓക്കെ, എങ്ങനെ കാണുന്നു? ഇപ്പം നിലവിലെ MLA-മാർ എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നു. നന്നായി പെർഫോം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം വികസന നായകനും എന്നൊക്കെ ഉള്ള പേര് കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റി ഒന്നുമല്ല, അവരവരെന്നെ ഉണ്ടാക്കുന്ന പേരുകളാണ്. ആ പേരിൽ അവസരം വരുമ്പോഴല്ലേ വികസന നായകനും ഒക്കെ ആവാൻ പറ്റുള്ളൂ. അപ്പം ഓരോരുത്തരും അവരുടേതായ കഴിവ് പ്രയോഗിച്ച് അവരൊക്കെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവസരം ഉണ്ടായാൽ മാത്രമേ ഇത് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം പ്രകടിപ്പിക്കാൻ ഒരു വേദി വേണമല്ലോ. ഇപ്പം എന്തെങ്കിലും ഒരു എൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് തന്നു, ആ സബ്ജക്റ്റ് തന്നിട്ട് ഒരു പേനയും തന്നൊരു മുറിയിലേക്ക് വിട്ട് രണ്ടുപേരെയും ഇട്ട് അത് രണ്ട് രീതിയിൽ എഴുതും. അതിലേറ്റവും എടുക്കണേതാന്ന് അത് കടലാസ് നോക്കി അറിയാമല്ലോ, വാല്യൂണൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതെല്ലാം അവസരങ്ങൾ പലപ്പോഴും കോൺഗ്രസ്സിനകത്ത് അവസരം കിട്ടണവർക്ക് അത് പ്രകടിപ്പിക്കാനൊക്കെ സാധിക്കുന്നെങ്കിലും ഒരുപാട് അവസരം കിട്ടാതെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന. ഇപ്പോൾ കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള 2 ചേരി ഉണ്ടായിരുന്നു. ആ 2 ചേരികളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഹയറാർക്കിയും ഒരു പ്രോട്ടോക്കോളും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുപാട് നേതാക്കന്മാർ ഇങ്ങനെ കയറി വന്നിരുന്നു. പ്രത്യേക ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം വലിയ അബദ്ധമാണ്, അത് ഇനിയൊരു കാലഘട്ടത്തിലും പാടില്ല എന്നൊരു ചിന്താ പദ്ധതിയിലേക്ക് പ്രവർത്തകന്മാരും ലീഡർഷിപ്പിൻ്റെ മഹാഭൂരിപക്ഷവും എത്തി. ഗ്രൂപ്പ് രാഷ്ട്രീയം പരിപൂർണമായും നിശ്ചലമായി എന്ന് പറയാം. വ്യക്തിയാധിഷ്ഠിതമായിട്ട് ചിലപ്പോൾ ഉണ്ടാവാം. ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം നഷ്ടപ്പെട്ടതോടുകൂടി കേരളത്തിലെ കോൺഗ്രസ്സിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എത്ര ഗ്രൂപ്പ് കാഠിന്യമുണ്ടെങ്കിലും അവിടെ ഒന്നിക്കാൻ മനസ്സുണ്ടായിരുന്നു.
പഴയ എല്ലാ അനുഭവങ്ങളും തെരഞ്ഞെടുപ്പുകളും വെച്ച് നോക്കിയാൽ അത് തന്നെയായിരുന്നു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ശ്രീ എ കെ ആൻ്റണിയും ശ്രീ കെ കരുണാകരനും തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഡൽഹിയിൽ നിന്ന് നടത്തി കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഐക്യകാഹളമാണ്. അത് മുഴുവനായി ഏറ്റെടുക്കുന്ന പ്രവർത്തകരാണ് കേരളത്തിലുണ്ടായിരുന്ന നേതാക്കന്മാരുമാണ്. പിന്നെ അവിടെ വേറെ രണ്ടില്ല, എല്ലാം ഒന്നായിരുന്നു. എവിടെയെങ്കിലും ചെറിയ ചെറിയ സ്പാർക്കിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം എൻ്റെ ഒരു ഭയം ഈ തെരഞ്ഞെടുപ്പിലും ഇത് വേണം. അത് നമുക്ക് പുതിയ ഒരു നേതൃത്വമൊക്കെ വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. അതെ, അതിന് വരാൻ വേണ്ടി ഉപതെരഞ്ഞെടുപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ ഉണ്ടായിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോഗിക്കേണ്ട ഒരു സന്ദർഭമാണിപ്പോൾ. എന്ന് പറഞ്ഞാൽ പുനഃസംഘടന തന്നെ. അനർഹർ കയറിക്കയറും, ഒരുപാട് അർഹരായവർ പുറത്തു പോകുന്നു. ഒരു സമവായം ചർച്ച നടത്തിയാൽ ഏതെങ്കിലും ടേബിളിൻ്റെ മുന്നിൽ നിന്ന് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി സഭ നടത്തി മിനിറ്റ് വെച്ച് നമുക്ക് പുനഃസംഘടന നടത്താൻ പറ്റും, ചെയ്തിട്ടുമുണ്ട്. ഇത് എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ച് എല്ലാവരുമായി ചോദിക്കുമ്പോൾ എങ്ങും എത്തൂല. കോൺഗ്രസിൻ്റെ പുനഃസംഘടനയൊക്കെ സംസാരിക്കുന്നത് എത്രയോ മാസങ്ങളാണ്, മറ്റൊരു പാർട്ടിയിലും ഇതേപോലെ ഇല്ല. അപ്പം പണ്ട് കാലം ഞാൻ AI എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ആ AI എന്ന് പറയുന്ന ആ ഒരു ഇന്നത്തെ ഒരു 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 ആ വിവര സാങ്കേതിക വിദ്യയിൽ ഏറ്റവും അത്യുന്നതമായത് ഇതിൽ പ്രയോഗിച്ചാൽ പുനഃസംഘടന ഈസിയാണ്, ഒരു തർക്കം ഉണ്ടാവില്ല. പുനഃസംഘടന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ കോമ്രേഡ്ഷിപ്പ് എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു നേതാക്കൾ, ഒന്ന് പറയുന്നത് ശ്രീ കെ ബാബു, അതുപോലെ തന്നെ ശ്രീ ബെന്നി ബെഹനാൻ. രണ്ടുപേരുമായിട്ടുള്ള ആത്മബന്ധം എങ്ങനെയായിരുന്നു? ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് 2-3 വാക്കുകളിൽ ഈ രണ്ടുപേരെയും ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുക? ബെന്നി ബെഹനാൻ ഒരു നല്ല സംഘാടകനായിരുന്നു, അതുപോലെ പ്രാസംഗികനുമാണ്. അതെ, അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവം കേരളത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ ഏറ്റവും നല്ല ശബ്ദത്തിനുടമയാണ്. നിങ്ങളെപ്പോലെ തന്നെ നല്ല ബാസ് ശബ്ദമാണല്ലോ. പുള്ളിയുടെ ബ്രദറായിരുന്നു ഏറ്റവും വലിയ ശബ്ദത്തിൻ്റെ ആണല്ലേ. എന്താ പേര്? സണ്ണി. പുള്ളി പാർട്ടിയിലുണ്ടായിരുന്നു, പ്രാദേശികമായിട്ടുണ്ടായിരുന്നു. പുള്ളി മുദ്രാവാക്യം എഴുതും, വിളിക്കും. മുദ്രാവാക്യം ഏറ്റവും കൂടുതൽ വെന്നിക്കൊടികൾ ഉയർത്തി മുന്നിൽ ബെന്നി ബെഹന്നാൻ നീങ്ങട്ടെ എന്ന മുദ്രാവാക്യമൊക്കെ പുള്ളി എഴുതിയതാണ്. വെന്നിക്കൊടികൾ ഉയർത്തി മുന്നിൽ ബെന്നി ബെഹനാൻ നീങ്ങട്ടെ. ഓക്കെ, പ്രസിഡന്റ് എല്ലാവർക്കും വേണ്ടി എഴുതും. അത് ശരി, മനസ്സിലായില്ലേ? അതൊക്കെ പുള്ളി എഴുതിയതാണ്. ഈ ബെന്നി ബെഹനാൻ അങ്ങനെയായിരുന്നു. കെ ബാബു ഒരു പഴയകാലം മുതൽ എറണാകുളത്ത് വന്ന് അങ്കമാലിയിൽ നിന്ന് വന്ന് പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം വന്ന് അദ്ദേഹം അവിടെ. അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് തോന്നുന്നത്? സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ ആളുകളോടുള്ള അല്ല, പുള്ളി ആ ഒരു കർക്കശക്കാരനായിരുന്നു. ആണല്ലേ? അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും. അതിനിടയിലാണ് ശ്രീ പി ടി തോമസിൻ്റെ വരവും, അതുപോലെ തന്നെ ബെന്നി ബെഹനാൻ്റെ സീറ്റ് നഷ്ടപ്പെടുന്നു. പി ടി തോമസ് അവിടെ തൃക്കാക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുന്നു. ശ്രീ പി ടിയും നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ പി ടി തോമസും ബെന്നി ബെഹനാനും ഉമ്മൻചാണ്ടിക്ക് ഇടവും വലുവായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ബെന്നിച്ചേട്ടൻ വന്നതിന് ശേഷമാണ് ഉടനെ തന്നെയാണ് പി ടി തോമസ് വന്നത്. ഒരു രണ്ടുപേരും ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വന്തം ആളുകളായിരുന്നു. ഇടക്കാലത്ത് അവർ തമ്മിലൊരു ചെറിയ അകൽച്ച വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് രണ്ടുപേരെയും ഇവരെ രണ്ടുപേരും പിന്നെ മാറി മാറി നിന്നപ്പോഴൊക്കെ ഉമ്മൻചാണ്ടി പലപ്പോഴും ഇവരെ ഒന്ന് ഒരുമിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്.